നമസ്തേ. പ്രദക്ഷിണ വഴിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ പ്രദക്ഷിണ വഴി എത്തിച്ചേർന്നത് പൊക്കിയാരത്ത് ഭഗവതി ക്ഷേത്രത്തിലാണ്. ഈ ക്ഷേത്രത്തിലേക്ക് എത്തേണ്ടുന്ന വഴി കണ്ണൂർ അഴീക്കോട് റൂട്ടിൽ പൂതപ്പാറ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നും 1.5 കിലോമീറ്റർ പടിഞ്ഞാറോട്ടേക്ക് മാറി മീൻകുന്ന് ഗവൺമെൻറ് ഹൈസ്കൂളിൻ്റെ സമീപത്താണ് ഈ പ്രസിദ്ധമായ പൊക്കിയാരത്ത് ശ്രീ ഭഗവതി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നു. പ്രേക്ഷകർക്കറിയാം, കണ്ണൂർ ജില്ലയിലെ പല പ്രസിദ്ധങ്ങളായ ക്ഷേത്രങ്ങളിലും കണ്ണൂർ വിഷൻ ചാനൽ പ്രദക്ഷിണ വഴിയിലൂടെ യാത്ര ചെയ്തിട്ടുണ്ട്. അതിൽ അപൂർവം ക്ഷേത്രങ്ങളിലും നമ്മൾ യാത്ര ചെയ്തു പോയിട്ടുണ്ട്. പൊക്കിയാരത്ത് ശ്രീ ഭഗവതി ക്ഷേത്രത്തിൻ്റെ ഒരു പ്രത്യേകത, നമ്മൾ പൊതുവെ വീട്ടിലെ അച്ഛൻ്റെ അമ്മയെയാണ് അച്ഛമ്മ എന്ന് വിളിക്കാറ്, അല്ലെങ്കിൽ മുത്തശ്ശി എന്ന് വിളിക്കാറ്. പക്ഷേ ഈ ദേശക്കാർക്ക് മുഴുവൻ ഇവിടുത്തെ ഈ ദേവി പൊക്കിയാരത്ത് അച്ഛമ്മയാണ്. അപ്പം അത്ര മാതൃവാത്സല്യത്തോടു കൂടി എല്ലാവരെയും കാണുന്നൊരമ്മ, തിരിച്ചെല്ലാവർക്കും അച്ഛമ്മ എന്ന് വിളിക്കാൻ പ്രാധാന്യത്തിലുള്ള ഒരു ദേവീക്ഷേത്രം. നമുക്ക് ഈ ദേവീക്ഷേത്രത്തിലെ ഐതിഹ്യത്തെക്കുറിച്ചും ആചാരങ്ങളെക്കുറിച്ചും അനുഷ്ഠാനങ്ങളെക്കുറിച്ചും പഠിച്ച് മനസ്സിലാക്കി തൊഴുത് പ്രാർത്ഥിക്കാം. പൊക്കിയാരത്ത് ഭഗവതി അമ്മയുടെ ക്ഷേത്രക്കുളമാണ് പ്രദക്ഷിണ വഴിയിലൂടെ പ്രേക്ഷകർ കാണുന്നത്. ഈ ക്ഷേത്രക്കുളത്തിൽ മുങ്ങി കുളിച്ച് ശുദ്ധമായിട്ടാണത്രേ ക്ഷേത്രത്തിലെ പൂജാരി നിത്യം ശാന്തി കർമ്മങ്ങൾ അനുഷ്ഠാനങ്ങളും നടക്കുന്നത്. കാണാം, മുഴുവനായും ഒരു പാറയാണ്. ആ പാറയിലാണ് ഈ കുളം കൊത്തി വ്യവസ്ഥപ്പെടുത്തിയിട്ടുള്ളത്. ഈ വേനൽക്കാലത്തും ഈ മടമാസത്തിലെ ഈ ഒരു ചൂടിൻ്റെ സമയത്തും ധാരാളം വെള്ളം, അതുപോലെ തന്നെ മത്സ്യങ്ങളും ഒക്കെ ഇതിനകത്ത് കാണാൻ പറ്റും. ഈ ക്ഷേത്രക്കുളം നവീകരിച്ച് അതിൻ്റെ ഒരു പൂർണ്ണതയിലെത്തുമ്പോൾ അതിനനുസരിച്ചുള്ള അഭിവൃദ്ധി വരുന്ന, കാരണം ഇത് കുളം നവീകരിക്കുന്നതോടുകൂടി പ്രകൃതി സംരക്ഷണവും കൂടിയാണ്. നല്ല തെളിഞ്ഞ വെള്ളമാണ്, കാണുമ്പോൾ പ്രേക്ഷകർക്കത് മനസ്സിലാവും. പക്ഷെ ധാരാളം പടവുകൾ ഇറങ്ങി വേണം ഈ കുളത്തിലേക്ക് പോകാൻ. നമുക്ക് ഇനി ക്ഷേത്രത്തിലേക്ക് പോയി തൊഴുത് പ്രാർത്ഥിക്കാം. ഇപ്പോൾ പടിഞ്ഞാറോട്ടേക്ക് ദർശനമുള്ള അപൂർവം ദേവീക്ഷേത്രങ്ങളിൽ ഒരു ക്ഷേത്രമാണ് പൊക്കിയാരത്ത് ഭഗവതി ക്ഷേത്രം. അത് ഈ ദേശത്തിൻ്റെ കൂടി അധ്യക്ഷയാണ്. നമുക്കിത്തരം കാര്യങ്ങൾ മുഴുവൻ മനസ്സിലാക്കി പ്രദക്ഷിണമായി തൊഴുത് പ്രാർത്ഥിച്ചു വരാം. ക്ഷേത്രത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു വഴിപാടാണത്രേ ഭക്തർ വന്ന് പ്രാർത്ഥിച്ച് നടത്തുന്നതാണ് നിറമാല. നിറമാല സമയത്ത് പൊക്കിയാരത്തെ ഭഗവതി അമ്മക്ക് നിറയെ മാലയും വിളക്കും ഒക്കെ ചാർത്തി വിശേഷമായ നിവേദ്യമൊക്കെ കൊടുത്തതിന് ശേഷം ഈ നാളികേരത്തറയിൽ വന്ന് നാളികേരം ഉടച്ചതിന് ശേഷമാണത്രേ ഇവിടുത്തെ നിറമാല എന്ന് പറയുന്ന അനുഷ്ഠാനം പൂർത്തീകരിക്കപ്പെടുന്നു. നാളികേരക്കല്ല് വളരെ ഭംഗിയായി അതിൻ്റെ സങ്കല്പാർത്ഥം അവിടെ സംരക്ഷിച്ചു വെച്ചത് കാണാം. നമുക്കിനി പ്രദക്ഷിണപദം പൂർത്തീകരിക്കാം. പൊക്കിയാരത്ത് ഭഗവതി ക്ഷേത്രത്തിലെ ഐതിഹ്യത്തിൽ വളരെ പ്രധാനപ്പെട്ട് പറയുന്നത്
ഈ ക്ഷേത്രത്തിന് കാലങ്ങളുടെ പഴക്കമുണ്ടെന്നും ഒപ്പം ഈ വരശാല എന്ന് പറയുന്ന ഇല്ലത്തെ അമ്മ ഈ ദേശത്തെ നാട്ട് പ്രമാണികളായ 4 നമ്പ്യാർ തറവാട്ടുകാർക്ക് ഈ ക്ഷേത്രത്തിൻ്റെ ആരാധന അനുഷ്ഠാനങ്ങൾക്കുള്ള അവകാശവും ഒപ്പം അതിന് വേണ്ടുന്നതായ ഭൂമിയും ഒക്കെ കൊടുത്തുകൊണ്ട് അവരെ ഇത് ഏൽപ്പിച്ചു എന്നാണ്. അതിന് കാരണം പറയുന്നത് ആ ഇല്ലത്തെ സന്താന പരമ്പരകളില്ലാത്ത സമയത്താണ് ആ അമ്മ അങ്ങനെ ചെയ്തതെന്ന്. തുടർന്ന് ആ 4 തറവാട്ടുകാർ ഈ ക്ഷേത്രാനുഷ്ഠാനങ്ങൾ വളരെ ഭംഗിയായി പരിപാലിച്ചു കൊണ്ടിരുന്നു. ഇടക്കാലഘട്ടത്തിൽ അവർക്കും ഇത് നടത്താൻ പറ്റാത്ത സാഹചര്യം വന്നു അത്രേ. അതുകൂടാതെ മറ്റൊരു ഐതിഹ്യം പറയുന്നത് ഈ ഇല്ലത്തെ അമ്മ എല്ലാ ദിവസവും നമ്മൾ നേരത്തെ കണ്ട കുളത്തിലിറങ്ങി കുളിച്ച് പടവുകൾ കയറി ഈ അമ്പലത്തിൽ വന്ന് തൊഴുത് പ്രാർത്ഥിക്കും അത്രേ. അങ്ങനെ ഒരു ദിവസം ഈ അമ്മ തൊഴുത് പ്രാർത്ഥിച്ചതിന് ശേഷം ഈ ദേവിയിലേക്ക് വിലയം പ്രാപിച്ചു എന്നാണ് പറയും. അതുകൊണ്ടാണ് ഇന്നും ഈ അമ്മയെ പൊക്യാരത്ത് അച്ചമ്മ എന്ന പേരിൽ വിളിക്കപ്പെടുന്നതെന്നാണ് ഇവിടുത്തെ വളരെ പ്രധാനപ്പെട്ട ഒരു ഐതിഹ്യം. അതുകൊണ്ട് തന്നെ ദാരികവധം കഴിഞ്ഞ അമ്മയാണെങ്കിലും വിളിച്ചാൽ ഭക്തന്മാർക്ക് വെളിപ്പുറത്താണത്രേ ഈ അമ്മ. ഇനി നമുക്ക് വീണ്ടും പ്രദക്ഷിണ പദം പൂർത്തിയാക്കാം. ഉത്സവം 94 മേട 8-ാം തീയതി മുതൽ നമ്മളിവിടെ ഉത്സവം ഈ കൊല്ലം മേട 8 വരെ ഉത്സവം കഴിഞ്ഞു. 2026 ഏപ്രിൽ 22-ാം തീയതിയാണ് ഉത്സവം കഴിഞ്ഞത്. ഇവിടുത്തെ മേടം 8, 7, 8 അങ്ങനെയാണ് ഇവിടുത്തെ ഉത്സവം വരുന്നത്. അങ്ങനെ നാട്ടുകാരുടെ സഹായം കൊണ്ടും ഇതെല്ലാം കൊണ്ട് ഇങ്ങനെ പുറന്നു പോകുന്നു. ഇനിയിപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ നവീകരണം അതിന് ശേഷമാണ് ഈ കാണുന്ന ഇതെല്ലാം ഇതിന് ശേഷം നമ്മൾ നടത്തിയതാണ്. നവരാത്രി ഇപ്പം 5 കൊല്ലമായി നമ്മൾ നവരാത്രി ഉത്സവം നടത്തുന്നത്. അതുവരെ ഒന്നും നടത്തിയില്ല. നമുക്ക് സാമ്പത്തികമായിട്ട് വളരെ മുന്നോട്ട് നിൽക്കുന്ന ഒരു ക്ഷേത്രം ആയതുകൊണ്ട് പിന്നോക്ക് നിൽക്കുന്ന ഒരു ക്ഷേത്രം ആയതുകൊണ്ട് ആ ഭാഗം നമ്മൾ ചിന്തിച്ചില്ല. ഇപ്പോൾ ഒരു 4-5 കൊല്ലമായിട്ട് നവരാത്രി ഉത്സവം 9 ദിവസം 5 ദിവസം പരിപാടിയോട് കൂടിയിട്ട് 9 ദിവസം ഉത്സവം നടത്തലുണ്ട്. ഇപ്പോൾ ഉത്സവമായിട്ടല്ല പരിപാടിയായിട്ട്. അവിടെ ക്ഷേത്രം തിടമ്പ് നൃത്തമൊന്നും അന്നേരമില്ല. തിടമ്പ് നൃത്തം ഈ ഒരു കൊല്ലം മേട 8-ാം തീയതി മാത്രമേ ഉള്ളൂ. മുളവടത്ത് അമ്പലത്തിൽ നിന്ന് എഴുന്നള്ളിച്ചിട്ട് വരുന്നു അഖിലത്തെ അമ്പലത്തിലേക്ക്. അങ്ങനെ എല്ലാ ദേവന്മാരുടെ ക്ഷേത്രത്തിൽ നിന്നും പുതിയകാവുന്ന എഴുന്നള്ളിച്ച് വരുന്ന അഖിലത്തെ അമ്പലത്തിലേക്ക്. അങ്ങനെ ഓരോ ക്ഷേത്രത്തിലേക്കും പോകുന്നത് ശിവൻ്റെ അടുത്തേക്കാണ് എല്ലാ ദേവിമാരും പോകുന്നത്. പക്ഷെ ഈടെ നേരെ തലതിരിച്ചാണ്. അഖിലത്തെ കിരാതമൂർത്തി ഈ പൊക്യാരത്ത് ഭഗവതി അമ്മേൻ്റെ അടുത്തേക്കാണ് എഴുന്നള്ളിച്ച് വരുന്നത്. അതിൻ്റെ ഐതിഹ്യം എന്തെന്നാണെന്ന് നമുക്കിതുവരെ തിരിഞ്ഞിട്ടില്ല. അത് മേട 6-നാണ് ഇവിടെ വരുന്നത്. നമ്മളിപ്പം കണ്ടുകൊണ്ടിരിക്കുന്ന മഹാദേവനാണല്ലോ ഈ ഭൂലോകത്തിൻ്റെ അധിപൻ. അപ്പോൾ ആ അധിപൻ്റെ അടുത്തേക്കാണ് എല്ലാവരും പോകുന്നത്. പക്ഷേ ആ അധിപൻ ഈ ദേവീൻ്റെ അടുത്തേക്കാണ് തിരിച്ചു വരുന്നത്. കർക്കിടക മാസത്തിലെ എല്ലാ ദിവസവും ഗണപതി ഹോമം കഴിക്കപ്പെടുന്ന അപൂർവം ക്ഷേത്രങ്ങളിലൊരു ക്ഷേത്രം. വൃശ്ചിക മാസത്തിലെ കാർത്തിക നാള്, മേടമാസത്തിലെ 8-ാം തീയതിയിലെ ഉത്സവം. ഈ ഉത്സവ കാലഘട്ടത്തിലെ ഒരു പ്രത്യേകത, ഈ ദേശത്തിൻ്റെ തന്നെ അതിപ്രാധാന്യമുള്ളൊരു ക്ഷേത്രമാണ് അക്കിളിയത്ത് ശിവക്ഷേത്രം. ആ അക്കിളിയത്ത് ശിവക്ഷേത്രത്തിലെ മഹാദേവൻ എല്ലാ വർഷവും മേടമാസം 6-ാം തീയതി ഇവിടെ എഴുന്നള്ളിച്ച് വരികയും അങ്ങനെ മണ്ഡപത്തിൽ വെച്ച് ദേവനും ദേവിയും പൊക്യാരത്ത് ഭഗവതി അമ്മയും ഈ മഹാദേവനും പരസ്പരം മുഖാമുഖം കണ്ടുകൊണ്ട് നിവേദ്യം നൽകി പരസ്പരം കണ്ടുകൊണ്ട് ദേശത്തെ മുഴുവൻ അനുഗ്രഹിച്ചു പോകുന്ന അത്യപൂർവമുള്ളൊരു ക്ഷേത്രം. അതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാം പൊക്യാരത്തെ ഭഗവതി അമ്മ ഈ ദേശത്തിൻ്റെ മുഴുവൻ നാഥയാണ്. അതുകൊണ്ടാണ് മഹാദേവൻ പോലും ഈ ദേവിയെ കാണാൻ വരുന്നതെന്നാണ്. അതിന്നും ഈ ക്ഷേത്ര ഭാരവാഹികളും അതുപോലെ തന്നെ അവിടുത്തെ ക്ഷേത്ര ഭാരവാഹികളും പരസ്പരം യോജിച്ചുകൊണ്ട് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ 2 ദേശക്കാരും 2 ക്ഷേത്രക്കാരും യോജിക്കുകയാണ്. ഇതിൻ്റെ ഒരു താത്വികമായ അർത്ഥം പരസ്പരം എല്ലാവരും യോജിച്ചു പോകണം എന്ന് കാണിക്കാൻ വേണ്ടി തന്നെ ആകാം പഴയ ആൾക്കാർ ഈ മഹാദേവൻ ഈ പൊക്യാരത്ത് ഭഗവതി അമ്മയെ അഥവാ ധാരികവധം കഴിഞ്ഞിരിക്കുന്ന ഭഗവതി അമ്മയെ കണ്ട് പരസ്പരം കണ്ട് നിവേദ്യം കൊടുത്തു പോകുന്ന അത്യപൂർവം ക്ഷേത്രങ്ങളിൽ ഒരു ക്ഷേത്രം. ഇങ്ങനെ വളരെ പ്രത്യേകതയുള്ളതാണത്രേ നമ്മുടെ
പൊക്കിയാരത്ത് ഭഗവതി ക്ഷേത്രം. ഇനി നമുക്ക് പ്രദക്ഷിണ പദം പൂർത്തീകരിക്കാം. പൊക്കിയാരത്ത് ഭഗവതി ക്ഷേത്രത്തെക്കുറിച്ച് ധാരാളം ഐതിഹ്യങ്ങൾ നമുക്ക് അറിയേണ്ടതും മനസ്സിലാക്കേണ്ടതുമുണ്ട്. പ്രത്യേകതകൾ ധാരാളമുള്ള, പടിഞ്ഞാറോട്ടേക്ക് ദർശനമുള്ള, വടക്കേ മലബാറിലെ തന്നെ അപൂർവങ്ങളിൽ അപൂർവമായ ഒരു ദേവീക്ഷേത്രം കൂടിയാണത്രേ പൊക്കിയാരത്ത് ഭഗവതി ക്ഷേത്രം. ക്ഷേത്രത്തിൻ്റെ തിരുമുറ്റത്തെത്തുമ്പോൾ തന്നെ നമുക്ക് അവിടുത്തെ വലിയ ബലിക്കല്ലും ദീപസ്തംഭവും ഒക്കെ കാണാം. ആ ബലിക്കല്ല് കാണുമ്പോഴേക്ക് തന്നെ ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യത്തിൻ്റെയും ചരിത്രവും ക്ഷേത്രത്തിൻ്റെ മഹത്വവും നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. നമുക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി നമുക്ക് ക്ഷേത്രത്തിനകത്ത് കയറി ഭഗവതി അമ്മയെ തൊഴുത് പ്രാർത്ഥിച്ച് വരാം. ഇവിടെ അന്നദാനത്തിന് ബദൽ ഇവിടെ ആയിട്ട് ഇവിടെ എല്ലാ ചൊവ്വയും വെള്ളിയും പായസം വെച്ചു, വൈകുന്നേരം പായസം വെച്ചു. എല്ലാ ദീപാരാധനയ്ക്ക് ശേഷം എല്ലാ ഭക്തർക്കും ഇവിടെ നിന്ന് കൊടുക്കാറുണ്ട്. കാർത്തികക്ക് അന്ന് കാർത്തിക കഞ്ഞി, ഉച്ചക്ക് കഞ്ഞി, വൈകുന്നേരം പാൽപ്പായസവും ഇവിടെ എല്ലാ വർഷവും കൊടുക്കുന്നതായിരുന്നു. അങ്ങനെ അക്കിളിത്തെ അമ്പലത്തിലെ ഉത്സവം കഴിയുന്ന ദിവസമാണ് ഇവിടെ ഉത്സവം തുടങ്ങുക. ആ ഊരാളന്മാരുടെ ഇവിടെ വന്ന് ഉത്സവം നടത്തുക. അന്ന് അക്കിളിത്തെ ദേവസ്വവും പൊക്കിയാരത്ത് ദേവസ്വവും വാരവും പാട്ടവും ഉള്ള സമയമാണ്. അന്ന് അങ്ങനെ ആ വാരവും പാട്ടവും ഉള്ളതുകൊണ്ട് എന്നാൽ അങ്ങനെ ഉത്സവം അതിനെ കൊണ്ട് കഴിച്ചു കൂട്ടും ഞാൻ. ആ അമ്പലത്തിൽ സമുദായി ഈടിയൊരു സമുദായി അങ്ങനെ നോക്കി നടത്തുന്ന കാര്യസ്ഥൻ്റെ മാതിരിയാണ്. അങ്ങനെയാണ് ഈ ഉത്സവം നടക്കൽ. അവിടുത്തെ വാദ്യക്കാരനാണ് എവിടെയും വരിക, അവിടുത്തെ നൃത്തക്കാരനാണ് എവിടെയും വരിക. ഈ പ്രദേശം എന്നാൽ അന്ന് ഈ റോഡൊന്നുമില്ല, ചെറിയ ഇടവഴിയാണ്. മഴക്കാലത്ത് നിന്നെല്ലാവരും പോകാനും വരാനും ഭയങ്കര ബുദ്ധിമുട്ടുള്ള സ്ഥലമാണ്, മുട്ടോളം വെള്ളം നിൽക്കുന്ന സ്ഥലമാണ്. അങ്ങനെയെല്ലാം നടന്നു വന്ന ക്ഷേത്രമാണ്. അപ്പോൾ ഈ ക്ഷേത്രത്തിൽ ഇപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചെറുപ്പക്കാരെ പ്രാതിനിധ്യം കുറവാണ് നമുക്കിവിടെ. എന്നാലും ഒരു 51 ആളെ നമ്മളൊരു കമ്മിറ്റിയെല്ലാം എടുത്തിട്ട് ഇവിടെ ഉത്സവം ഗംഭീരമായിരുന്നു. എല്ലാവരും പ്രാതിനിധ്യമുണ്ട്, എല്ലാവരും സഹകരിക്കുന്നുണ്ട്. പുറത്തുനിന്ന് പല ആൾക്കാരും ഇവിടെ ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യം അറിഞ്ഞുകൊണ്ട് വരുന്നുണ്ട്. ഇവിടെ ഇപ്പം പൊക്കിയാരത്ത് വീട്ടുകാർ എന്ന് പറഞ്ഞിട്ട് ഒരു വിഭാഗം വന്നിട്ട് ഈ അമ്പലത്തിലേക്ക് വേണ്ടുന്ന ചില കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. പക്ഷെ അവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ക്ഷേത്രമായിട്ട് ആദ്യമൊന്നും ബന്ധമുണ്ടായിട്ടില്ല. അപ്പോൾ അവർ പ്രശ്നവിധി പ്രകാരം അവരുടെ കുടുംബത്തിൽ പ്രശ്നം വെച്ച് കഴിഞ്ഞ ശേഷം അവരോട് പറഞ്ഞതെന്നാൽ ഈ ക്ഷേത്രം പൊക്കിയാരത്ത് ഭഗവതി ക്ഷേത്രം ദാരികവധം കഴിഞ്ഞ് സമയത്തുള്ള ദേവിയുടെ ഭാവമാണത്രേ ഈ ക്ഷേത്രത്തിലെ ബിംബോപാധിയിലുള്ള ചൈതന്യം. അത് പടിഞ്ഞാറോട്ടേക്ക് ദർശനമായുള്ള അപൂർവം ക്ഷേത്രങ്ങളിൽ ഒരു ക്ഷേത്രം. വളരെ പൂർവ്വ കാലഘട്ടത്തിൽ ഇതിൻ്റെ കാലപ്പഴക്കം ക്ഷേത്ര ഭാരവാഹികളും ഇവിടുത്തെ രേഖകളിലും പറയുന്നത് 3000 വർഷത്തിനപ്പുറത്തുള്ള കാലപ്പഴക്കമുണ്ട് എന്നാണ്. ഏതായാലും വളരെ വിദൂര കാലഘട്ടത്തിൽ വേശാല ഇല്ലം, ആ ഇല്ലത്ത് സന്തതികളും സന്താന പരമ്പരകളും ചേർന്ന് ഈ ദേവിയെ ആചരിച്ച് ആരാധിച്ചു വന്നു. കാലം പോകെ ആ ഇല്ലത്ത് സന്താന പരമ്പരകൾ ഇല്ലാണ്ടായിരുന്നു. അങ്ങനെ സന്താന പരമ്പരകൾ ഇല്ലാത്ത കാലഘട്ടത്തിൽ ആ ഇല്ലത്തെ വളരെ പ്രധാനപ്പെട്ട മുത്തശ്ശി, ആ ഇല്ലത്തമ്മ ഈ ക്ഷേത്രം ഇതിൻ്റെ കാര്യങ്ങളൊക്കെ നടത്തിക്കുന്നതിന് വേണ്ടി ഈ പ്രദേശത്തെ 4 നമ്പ്യാന്മാരായ തറവാട്ട് വിഭാഗക്കാരെ ഏൽപ്പിച്ച് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നടത്തിക്കാനും അതിനുവേണ്ട ഭൂസ്വത്തും എല്ലാ കാര്യങ്ങളും ഈ അമ്മ ഈ 4 തറവാട്ട് വിഭാഗക്കാരെ ഏൽപ്പിച്ചു എന്നാണ്. അങ്ങനെ ഈ 4 തറവാട്ട് വിഭാഗക്കാർ ഈ ക്ഷേത്രത്തിലെ കാര്യങ്ങളൊക്കെ അനുഷ്ഠിച്ചു വന്നു. പിൽക്കാലഘട്ടത്തിൽ അവരും
ആരാധനാ കാര്യങ്ങളിലൊക്കെ ലോപം സംഭവിച്ചു. ആ പരമ്പരകളും ഇതിനെ അന്യാധീനപ്പെടുത്തിയ അവസ്ഥയിലേക്ക് വന്നു. അങ്ങനെ കാലങ്ങൾക്ക് ശേഷം 1990 ഈ ദേശത്തെ പ്രദേശത്തെ ഭക്തന്മാരും ദേശജനങ്ങളും എല്ലാം ചേർന്ന് ഒരു കമ്മിറ്റി രൂപീകരിച്ച് ആ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പിന്നീട് ഇങ്ങോട്ടേക്കുള്ള വർഷങ്ങളിൽ ഓരോരോ പ്രവർത്തനങ്ങൾ നടത്തി വരികയും ചെയ്തു നാം. അങ്ങനെ സമീപ കാലഘട്ടത്തിൽ ക്ഷേത്രത്തിലെ നവീകരണം, ക്ഷേത്രത്തിൻ്റെ ശ്രീകോവിൽ ചെമ്പടിച്ച് താഴികക്കുടം നിർമ്മിച്ച് എല്ലാ അനുഷ്ഠാനങ്ങളും കഴിഞ്ഞൊരു 7 വർഷത്തിന് മുൻപ് വളരെ ഭംഗിയായി കാട്ടുമാടം ആണ് ഇവിടുത്തെ തന്ത്രം. കാട്ടുമാടയില്ല തന്ത്രിയുടെ നേതൃത്വത്തിൽ നവീകരണ കലശങ്ങളും അനുഷ്ഠാനങ്ങളും നടത്തി ചൈതന്യവത്തായ ഒരമ്മയായി ഈ ദേശത്തിൻ്റെ മുഴുവൻ ഒരു അധ്യക്ഷയായിക്കൊണ്ട് അമ്മ ഇവിടെ ഇങ്ങനെ ഇരുന്ന് ഭക്തന്മാരെ അനുഗ്രഹിക്കുന്ന ഒരു ഭാവത്തിലാണത്രേ പൊക്കിയാരത്തെ ഭഗവതി അമ്മ. പൊക്കിയാരത്ത് ഭഗവതി ക്ഷേത്രത്തിലെ അകത്ത് പ്രവേശിക്കുന്ന നമുക്ക് കാണാം. പഴയ സമ്പ്രദായത്തിലുള്ള കല്ലും ഒക്കെ ഉപയോഗിച്ചും ഒക്കെയാണ് ഇവിടുത്തെ നിർമ്മാണ രീതി. ഒപ്പം മേടമാസം 8-ാം തീയതി 7-ാം തീയതി തിരുവത്താഴത്തിന് അരി അളന്ന് ഉത്സവം തുടങ്ങുന്ന ഒരു ക്ഷേത്രം. 8-ാം തീയതി താന്ത്രിക ആചാര്യൻ്റെ നേതൃത്വത്തിൽ ശ്രീഭൂതബലിയും തിടമ്പ് നൃത്തവും അനുഷ്ഠിക്കപ്പെടുന്ന അപൂർവതയുള്ള ഒരു ക്ഷേത്രം. 8-ാം തീയതി മേടമാസം 8-ാം തീയതിയാണ് ഇവിടുത്തെ ഉത്സവം നടക്കുന്നത്. കൂടാതെ വൃശ്ചിക മാസത്തിലെ കാർത്തിക ഏറെ പ്രാധാന്യത്തോടുകൂടി അനുഷ്ഠിക്കുന്ന ഒരു ക്ഷേത്രമാണ്. കാരണം എല്ലാ ദേവതാ സങ്കല്പങ്ങൾക്കും ദേവിക്ക് പ്രത്യേകിച്ച് വൃശ്ചികത്തിലെ കാർത്തിക വളരെ പ്രാധാന്യമാണ്. അങ്ങനെ വൃശ്ചിക മാസത്തിൽ കാർത്തിക വളരെ ഭംഗിയായി അനുഷ്ഠിക്കുന്ന ഒരു ക്ഷേത്രം കൂടിയാണത്രേ പൊക്കിയാരത്തെ ശ്രീ ഭഗവതി ക്ഷേത്രം. നമ്മൾ അകത്തു നിന്ന് പ്രദക്ഷിണം വെച്ച് വരുന്ന സമയത്ത് പ്രേക്ഷകർക്ക് കാണാം സപ്തമാതൃക്കളെ സങ്കല്പം ചെയ്തും അഷ്ടദിക് പാലന്മാരെ സങ്കല്പം ചെയ്ത ഉപാധികളൊക്കെ കാണാം. അതുപോലെ തന്നെ ശ്രീകോവിലോടുകൂടി ചേർന്ന് തന്നെയാണ് ഇവിടുത്തെ ഗണപതി സങ്കല്പം. നമുക്ക് ആ ഗണപതി ഭഗവാനെയും തൊഴുത് പ്രാർത്ഥിക്കാം. അങ്ങനെ സമീപ കാലഘട്ടത്തിലെ ക്ഷേത്രത്തിലെ നവീകരണവും അതുപോലെ തന്നെ ഭൗതികമായ കാര്യങ്ങളൊക്കെ ക്ഷേത്രത്തിൻ്റെ കമ്മിറ്റിയും എല്ലാവരും കൂടി ചേർന്ന് ഭംഗിയായി നടത്തുന്നു. ഒപ്പം മേടമാസത്തിലെ 8-ാം തീയതിയിലെ ഉത്സവ നാളിൽ ദേവിയുടെ തിടമ്പ് നൃത്തം കഴിഞ്ഞാൽ ആ തിടമ്പ് നൃത്തത്തിന് ശേഷം ആചാര്യൻ്റെ നേതൃത്വത്തിൽ ഗുരുസി കർമ്മങ്ങൾ നടത്തി ചൈതന്യം വർദ്ധിപ്പിക്കുന്ന ഒരു ക്ഷേത്രം. മറ്റൊരു പ്രത്യേകത, എല്ലാ ക്ഷേത്രങ്ങളിലും വഴിപാടുകൾക്ക് ഏറെ പ്രാധാന്യമാണ്. പക്ഷേ പൊക്കിയാരത്ത് ഭഗവതി അമ്മയെ സംബന്ധിച്ച് തിരുവക്കാടി നിവേദ്യം ഈ ദേശക്കാരും ദേശത്ത് നിന്ന് പുറത്തു നിന്നവർ വന്ന് തൊഴുതു പ്രാർത്ഥിക്കുമ്പോഴും ഏറ്റവും കൂടുതൽ ഭക്തരുടെ കഴിക്കുന്ന നിവേദ്യം തിരുവക്കാടി നിവേദ്യമാണ്. ആ നിവേദ്യത്തിന് തന്നെ ഒരു പ്രത്യേകതയുണ്ട്. വെള്ള നിവേദ്യത്തിൽ നാളികേരവും മഞ്ഞപ്പൊടിയും ഒക്കെ ഇട്ട് അത് ദേവിക്ക് നിവേദിച്ച് കഴിക്കുന്ന സമയത്ത് വിഷസംഹാരമാണ്. നമ്മുടെ ഉള്ളിലുള്ള രോഗങ്ങളെ ഇല്ലാതെയുണ്ടാക്കാനും മനസ്സിനുണ്ടാകുന്ന പ്രയാസങ്ങളെ ഇല്ലാതെയുണ്ടാക്കാനും എല്ലാ സംഘർഷങ്ങളെയും ഇല്ലാതെയുണ്ടാക്കുന്നതിന് വേണ്ടിയാണത്രേ തിരുവക്കാടി നിവേദ്യം. അപ്പോൾ വിഷാംശത്തെ ഇല്ലാതെയുണ്ടാക്കുക എന്ന് പറഞ്ഞാൽ കേവലം ഒരു കൈവിഷദോഷം മാത്രമല്ല, മാനസികമായ സംഘർഷങ്ങളെയും രോഗങ്ങളെയും ഇല്ലാതെയുണ്ടാക്കാൻ ഈ ഭഗവതി അമ്മയുടെ തട്ടകത്തിൽ വന്ന് തിരുവക്കാടി നിവേദ്യം കഴിച്ച് അതുകൊണ്ട് നിർവൃതി അടയുന്ന ഭക്തരും ഏറെയാണെന്ന് നമുക്ക് ഇവിടുത്തെ ഐതിഹ്യത്തിൽ നിന്നും അനുഷ്ഠാനത്തിൽ നിന്നും മനസ്സിലാക്കുവാൻ വേണ്ടി സാധിച്ചു. ഇവിടെ രാവിലെ 5:30 മണിക്ക് നട തുറന്ന് 9:30 വരെയാണ് രാവിലെ. വൈകുന്നേരം 5:30 തുറന്ന് 6:30 ദീപാരാധനയും 7:30 നടയടക്കുകയാണ് സാധാരണ ചെയ്യാറ്. പിന്നെ ഇവിടുത്തെ പ്രധാന വഴിപാട് തിരുവക്കാടിയും ഭഗവതി സേവയെല്ലാം ആണ്. പിന്നെ ഇവിടെ മേടം 8-ാം തീയതിയാണ് ഉത്സവം എല്ലാ കൊല്ലവും ഉണ്ടാവാറ്. വൃശ്ചികത്തിലെ കാർത്തിക ഇതെല്ലാം പ്രധാനപ്പെട്ട ദിവസങ്ങളാണ് ഇവിടുത്തെ. നവരാത്രിക്ക് 9 ദിവസവും പരിപാടിയെല്ലാം ഉണ്ടാവാറുണ്ട്. ധനുമാസത്തെ ആയില്യത്തിന്
ഇവിടെ സർപ്പബലിയെല്ലാം നടക്കാറുണ്ട്. തന്ത്രി തന്നെ വന്നിട്ടാണ് ചെയ്യാറ്. കർക്കിടക മാസം എല്ലാ ദിവസവും ഗണപതിയോഗം ഉണ്ടാവാറുണ്ട്. ഇതൊക്കെയാണ് ഇവിടുത്തെ പ്രധാനമായിട്ട് ഉണ്ടാവാറ്. പൊക്യാരത്ത് ശ്രീ ഭഗവതി ക്ഷേത്രം ദാരികവധം കഴിഞ്ഞ ഭഗവതിയാണ്. പടിഞ്ഞാറോട്ട് ദർശനമുള്ള അപൂർവം ദേവീക്ഷേത്രങ്ങളിൽ ഒരു ക്ഷേത്രം. വളരെ പൂർവ്വകാലഘട്ടത്തിൽ പരശാര ഇല്ലം, ആ ഇല്ലത്തെ അന്തർജനം സദാകാലം സേവിച്ച, ആ ഇല്ലത്തെ എല്ലാ സന്തതി സന്താന പരമ്പരകളുടെയും യശസ്സിന് വേണ്ടി പ്രാർത്ഥിച്ച് ആരാധിച്ചു വന്ന ഒരു ഇല്ല ക്ഷേത്രമായിരുന്നു ഇത് എന്നും, പിന്നീട് ആ ഇല്ലത്ത് സന്തതി സന്താനങ്ങളില്ലാതെ വന്ന സമയത്ത് ആ ഇല്ലത്തെ അന്തർജനം ഇത് ഈ ദേശത്തെ പ്രമാണികളായ 4 നമ്പ്യാർ തറവാട്ടുകാർക്ക് ക്ഷേത്ര ആരാധനയും അനുഷ്ഠാനങ്ങളും ക്ഷേത്ര സ്വത്തും നൽകിയെന്നും ഇവിടുത്തെ അനുഷ്ഠാനങ്ങൾ നടക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് 4 തറവാട്ടുകാരെ ഏൽപ്പിച്ചു എന്നാണ്. ആ സന്ദർഭത്തിലും ആ ഇല്ലത്തമ്മ എല്ലാ ദിവസവും ഇവിടെ വന്ന് തൊഴുത് പ്രാർത്ഥിക്കുമത്രേ. അങ്ങനെ ഒരു ദിവസം ഈ ക്ഷേത്രത്തിൻ്റെ പടിഞ്ഞാറ് ഭാഗത്തുള്ള കുളത്തിൽ കുളിച്ച് ആ അമ്മ തൊഴുത് പ്രാർത്ഥിച്ച് ഈ ക്ഷേത്രത്തിനകത്തേക്ക് പ്രവേശിച്ചു എന്നും പിന്നീട് ആ അമ്മ ഈ ദേവിയിൽ വിലയം പ്രാപിച്ചു എന്നും പറയുന്നു. അതുകൊണ്ട് തന്നെയാണത്രേ ഇന്നും ഈ ദേശക്കാർ ഈ ദേവിയെ പൊക്യാരത്ത് അച്ചമ്മ എന്നാണ്. കാരണം ഈ പ്രദേശത്തുകാരൊക്കെ ആ അന്തർജനത്തെ വിളിച്ചത് അച്ചമ്മ എന്നാണ്. ആ അച്ചമ്മ ഈ ദേവിയിലേക്ക് വിലയം പ്രാപിച്ചതോടുകൂടി ഈ ദേവിയെ പൊക്യാരത്ത് അച്ചമ്മ എന്ന പേരിലും അറിയപ്പെടുന്നു എന്നാണ്. ഇവിടെ വളരെ പ്രധാനപ്പെട്ട നിവേദ്യത്തിലൊന്നാണ് തിരുവക്കാടി നിവേദ്യം. അതുപോലെ ഭക്തർ വന്നാൽ കഴിക്കുന്ന ഒരു വഴിപാടാണ് നിറമാല. ഇത്തരം ധാരാളം അനുഷ്ഠാനങ്ങൾ നടക്കുന്ന ഒരു ക്ഷേത്രം കൂടിയാണത്രേ പൊക്യാരത്ത് ഭഗവതി ക്ഷേത്രം. നമ്മുടെ ക്ഷേത്രത്തിലെ ഐതിഹ്യങ്ങളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഇവിടെ പൂർണ്ണമാകുന്നില്ല. മറ്റൊരു ക്ഷേത്രത്തിലെ ഐതിഹ്യവും ആചാരവും അനുഷ്ഠാനവുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്തേ.